ഈ ക്ഷേത്രത്തിൽ ഒരു വിഗ്രഹം പോലുമില്ല. എന്നിട്ടും ഇവിടെ ഒരു ദേവത ജീവനോടെ കുടിക്കൊള്ളുന്നു. ഏത് ക്ഷേത്രമാണിത്? വാമോ, നമുക്കറിയാം. ബ്രഹ്മാവിന്റെ പുത്രനായ ദക്ഷന് ജനിച്ച പ്രിയപുത്രിയാണ് സതിദേവി. എന്നാൽ ദക്ഷൻ തന്റെ കുലത്തിന്റെ അഹങ്കാരം നിറഞ്ഞവൻ. സതിദേവി ശിവപെരുമാനെ വിവാഹം കഴിച്ചു. ഇത് അവളുടെ അച്ഛൻ ദക്ഷൻ ഒട്ടും ഇഷ്ടമായില്ല. ദേവകുലത്തിൽ പെടാത്തവനെന്ന് അദ്ദേഹം കരുതി. എന്നാൽ അച്ഛൻ പറഞ്ഞത് കേൾക്കാതെ സതിദേവി ശിവനോട് അഗാധ സ്നേഹത്തോടെ ജീവിച്ചു. ഈ വിവാഹത്തിൽ കോപിഷ്ഠനായ ദക്ഷൻ എല്ലാ ദേവന്മാരെയും ഋഷിമാരെയും വിളിച്ച് ഒരു മഹായജ്ഞം നടത്തി. ശിവപെരുമാനെ ക്ഷണിച്ചതേയില്ല. ഈ യജ്ഞത്തെക്കുറിച്ച് അറിഞ്ഞ സതിദേവി ശിവനെ ക്ഷണിക്കാതെ അപമാനിച്ച തന്റെ അച്ഛനെ കാണാൻ യജ്ഞശാലയിൽ വന്നു. അപ്പോൾ ദക്ഷൻ അവളോട് പറഞ്ഞു, അവനെ വിവാഹം കഴിച്ച നീ എന്റെ മകളായിരിക്കാൻ യോഗ്യതയില്ലാത്തവൾ. എല്ലാവരുടെ മുന്നിലും തന്റെ ഭർത്താവ് അപമാനിക്കപ്പെടുന്നത് അവൾ കണ്ണാൽ കണ്ടു. അപ്പോൾ അവൾ ചിന്തിച്ചു, ഈ ശരീരത്തിൽ ദക്ഷന്റെ രക്തമാണ് ഒഴുകുന്നത്. ഞാൻ ദക്ഷന്റെ മകൾ. അത് എന്നും ശിവപെരുമാന് ഒരു അപമാനം മാത്രമേ കൊണ്ടുവരൂ. അതിനാൽ ഈ ശരീരം നശിപ്പിച്ചാൽ ശിവപെരുമാന് മോക്ഷം ലഭിക്കും എന്ന് ചിന്തിച്ച് ആ യജ്ഞകുണ്ടത്തിലെ അഗ്നിയിൽ ചാടി. ഇത് കേട്ട ശിവപെരുമാൻ സതിദേവിയെ എടുത്തുകൊണ്ട് കണ്ണീർ വാർത്തു കരഞ്ഞു. ആ കരച്ചിൽ ഒരു രുദ്രതാണ്ഡവമായി. ശിവപെരുമാന്റെ ഈ കരച്ചിൽ നിർത്തിയില്ലെങ്കിൽ മൊത്തം സൃഷ്ടി നശിക്കുമെന്ന് മനസ്സിലാക്കിയ വിഷ്ണു ഭഗവാൻ സുദർശന ചക്രം പ്രയോഗിച്ചു. ശിവൻ ചുമന്ന് ആടിക്കൊണ്ടിരുന്ന ദേവിയുടെ ശരീരം 51 കഷ്ണങ്ങളായി വീണു. ഓരോ കഷ്ണം വീണ ഓരോ സ്ഥലവും ഓരോ ശക്തിപീഠമായി. അസമിലെ നീലാചൽ പർവ്വതത്തിൽ ദേവിയുടെ യോനി വീണു. യോനി ഒരു സൃഷ്ടിയുടെ മൂലം, ജീവന്റെ ആരംഭം. ആ പർവ്വതം മുഴുവൻ നീലമായി. അവിടെ ഉടലെടുത്തതാണ് കാമാഖ്യ ദേവി ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ ഒരു വിഗ്രഹവുമില്ല. എന്നാൽ ദേവി അവിടെ ഇന്നും ജീവനോടെയുണ്ട്. ആ ക്ഷേത്രത്തിൽ വർഷത്തിൽ 3 ദിവസം വാതിലുകൾ അടയ്ക്കും, ദേവി വിശ്രമിക്കാൻ. 4-ാം ദിവസം വാതിൽ തുറക്കുമ്പോൾ ലക്ഷക്കണക്കിന് ഭക്തർ ആരാധിക്കുന്നു. ദേവി നമ്മോട് പറയുന്നു, പ്രകൃതിയിൽ ഒന്നും അശുദ്ധമല്ല. നാം എല്ലാവരും അവളിൽ നിന്നാണ് വരുന്നത്. ജയ് കാമാഖ്യ.